എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. നമ്മളൊക്കെ വീട്ടിൽ പാത്രം കഴുകാനായിട്ട് ഡിഷ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഡിഷ് വാഷ് വെച്ചിട്ട് നമുക്ക് പാത്രങ്ങൾ മാത്രമല്ല കഴുകാനായിട്ട് സാധിക്കുക, മറ്റു പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഡിഷ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രില്ലിൻ്റെ ഡിഷ് വാഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷ് വാഷ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് പ്രില്ലാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ഡിഷ് വാഷും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഹോം മെയ്ഡ് ഡിഷ് വാഷ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് ഡിഷ് വാഷ് യൂസ് ചെയ്യാൻ പോകുന്നത് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോൾ പലതരത്തിലുള്ള ഫ്ലോർ ക്ലീനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോർ ക്ലീനേഴ്സിന് പകരമായിട്ട് നമ്മുടെ ഡിഷ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഡിഷ് വാഷും വെള്ളവും കൂടി മിക്സ് ചെയ്തത് വെച്ചിട്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫ്ലോറിൽ അഴുക്കുകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ഡിഷ് വാഷ് എന്ന് പറയുന്നത് അധികം കെമിക്കൽസ് ഒട്ടുമില്ല എന്നല്ല പറയുന്നത്. എന്നാലും താരതമ്യേന മറ്റ് ഫ്ലോർ ക്ലീനേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കെമിക്കൽ ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ചും കൂടി മൈൽഡ് ഫോമിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഫ്ലോർ ക്ലീനേഴ്സൊക്കെ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇനി ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് വീട് വൃത്തിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഡിഷ് വാഷ് എങ്ങനെ യൂസ് ചെയ്യാം നോക്കാം. അപ്പോൾ പലരും വിനാഗിരിയൊക്കെ യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസിന്, അതായത് മാർബിൾ, ഗ്രാനൈറ്റ് പോലുള്ള നാച്ചുറൽ സ്റ്റോൺസ് ക്ലീൻ ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും വിനാഗിരി ഒന്നും ഉപയോഗിക്കരുത്. അതിന് പകരമായിട്ട് നമുക്ക് ഡിഷ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് 1 കപ്പ് വെള്ളത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഡിഷ് വാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ സൊല്യൂഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിലുള്ള അഴുക്കുകളും എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പൊയ്ക്കോളും, നല്ല നീറ്റായിട്ടും കിടക്കും. അപ്പോൾ യാതൊരു കാരണവശാലും നാച്ചുറൽ സ്റ്റോൺസിന് വിനാഗിരി യൂസ് ചെയ്യരുത്. വിനാഗിരി നല്ലൊരു ക്ലീനറാണ്, പക്ഷേ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസിന് ഉപയോഗിക്കരുത്. ഇനി നമുക്ക് മറ്റൊരു ക്ലീനർ തയ്യാറാക്കാം. ഈ ക്ലീനർ വെച്ചിട്ട് നമ്മുടെ ജനലുകളൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ജനലുകളിൽ അഴുക്കൊക്കെ പോയി നല്ല ക്ലീനായി വരും. അപ്പോൾ ഇതിന് നമ്മൾ ഡിഷ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 1/4 കപ്പിനടുത്ത് വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരിയും വെള്ളവും നമ്മുടെ ഡിഷ് വാഷും കൂടി ഉള്ള മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനലുകളൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലീനർ നമ്മുടെ അടുക്കളയിലെ ജനലുകൾ, ഇപ്പോൾ ഗ്യാസൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തുള്ള ജനലുകളൊക്കെ ആണെങ്കിൽ അതിൽ എണ്ണമയമൊക്കെ പിടിച്ചിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എണ്ണമയമൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലെ ജനലുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഡിഷ് വാഷ് വെച്ചിട്ടുള്ള ക്ലീനിങ് ലോഷൻ ഉപയോഗിച്ച് നോക്കുക. ഇതിനായിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ക്ലീനിങ് ലോഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ക്ലീനിങ് ലോഷൻ വെച്ച് നമ്മുടെ ജനലുകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ വാൾ ടൈലൊക്കെ എപ്പോഴും എണ്ണമയമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വൃത്തികേടാവാറുണ്ട്. അപ്പോൾ അതിൽ എണ്ണമയമൊക്കെ കളയാനായിട്ട് നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മൈക്രോ ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബനിയൻ്റെയോ ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ ആ വാളിലുള്ള അഴുക്കുകളെല്ലാം പോയി നല്ല ക്ലീനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കബോർഡുകളിലൊക്കെ ചിലപ്പോൾ എണ്ണമയമൊക്കെ കൊണ്ട് അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. അതുപോലെ റെയിലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. അതൊക്കെ കളയാൻ നമ്മുടെ ഈ വെള്ളവും ഡിഷ് വാഷും വെച്ചുള്ള മിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ച് ജസ്റ്റ് ഒരു മൈക്രോ ഫൈബറിൻ്റെയോ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൽ അഴുക്കുകളൊക്കെ പോവും. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ചായയുടെ കറകൾ അല്ലെങ്കിൽ എണ്ണയുടെ കറകളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനായിട്ട് നമുക്ക് ഡിഷ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഡ്രസ്സാണ്, അതിൽ കുറച്ച് ചായയുടെ കറയായിട്ടുണ്ട്. അപ്പോൾ ഈ ചായ കറ കളയാനായിട്ട് നമുക്ക് ഡിഷ് വാഷ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഡ്രസ്സൊന്ന് നനച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിഷ് വാഷ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് ഒന്ന് ഉരച്ച് തിരുമ്മി കഴിഞ്ഞാൽ ഇതിലെ കറകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ ചെറിയ തോതിലുള്ള ചായയുടെ കറകൾ, അതുപോലെ എണ്ണമയത്തിൻ്റെ കറകൾ, അങ്ങനെയുള്ള കറകളൊക്കെ കളയാൻ നമുക്ക് ഡിഷ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഈ ഡ്രസ്സിൽ ആദ്യം ചായയുടെ കറയുണ്ടായിരുന്നു. ഇപ്പോൾ ആ കറയൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോതിലുള്ള ചായക്കറകളും എണ്ണയുടെ കറകളും ഒക്കെ കളയാനായിട്ട് നമുക്കിനി ഡിഷ് വാഷ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് അത്രയധികം കെമിക്കലൊന്നുമില്ല, pH ലെവൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഡിഷ് വാഷ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനും ഡിഷ് വാഷ് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ സ്റ്റൗവിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകൾ, ഇപ്പോൾ ഇതുപോലെ എണ്ണമയമൊക്കെ ചിലപ്പോൾ സ്റ്റൗവിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ എണ്ണമയമൊക്കെ കളയാൻ നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡിഷ് വാഷും വെള്ളവും കൂടിയുള്ളൊരു മിക്സ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു മൈക്രോ ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ ബനിയൻ്റെയോ ഒരു തുണി വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതിലുള്ള അഴുക്കുകളൊക്കെ പോയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള സ്പഞ്ചസോ അല്ലെങ്കിൽ സ്ക്രബോ ഒന്നും നമ്മുടെ സ്റ്റൗവിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ അഴുക്കുകളൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഡിഷ് വാഷ് നമുക്ക് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം, ആ സ്റ്റൗവിൽ കഞ്ഞിയുടെ പാടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് എണ്ണമയമൊക്കെ ഉണ്ടായിരുന്നു. ആ എണ്ണമയമൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.